ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ കെമിസ്ട്രീൻ്റെ ജെഇ പോലെയുള്ള എക്സാമിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഈ ഒരു ചെറിയ സെഷൻ ഉപയോഗിക്കുന്നത്. സോ ജെഇ പോലെയുള്ള മെയിൻസ് പോലെയുള്ള അഡ്വാൻസ് പോലെയുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്യേണ്ടവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ കെമിസ്ട്രിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? സോ നമുക്ക് അറിയാം, ജെഇ മെയിൻസ് പോലെയുള്ള ഒരു എക്സാമിന് 3 സബ്ജക്റ്റുകളാണുള്ളത് അല്ലേ? മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. ഇതിൽ പലപ്പോഴും ഒരു എൻജിനീയറിംഗ് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി മുന്നോട്ട് വരുമ്പോൾ ഒരു പക്ഷേ അതിൽ ചിലപ്പം അവനൊരു മാത്സ് സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുന്നവനോ അല്ലെങ്കിൽ ഫിസിക്സ് സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുന്നവനോ ആവാനാണ് ചാൻസ് കൂടുതൽ. ഒരു കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് എൻജിനീയറിംഗ് ഫീൽഡിലോട്ട് വരുന്നവർ വളരെ കുറവാണ്, ഇല്ലയെന്നല്ല, വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മളൊരു എക്സാമിന് അപ്രോച്ച് ചെയ്യുമ്പോൾ പൊതുവെ കെമിസ്ട്രീനോടൊരു വിരക്തി കുട്ടികളിൽ കാണാറുണ്ട്. അതായത് നമ്മൾ ഫിസിക്സിന് കൊടുക്കുന്നൊരു ഇമ്പോർട്ടൻസ്, മാത്സിന് കൊടുക്കുന്നൊരു ഇമ്പോർട്ടൻസ് ഒരു പക്ഷേ കെമിസ്ട്രിക്ക് കൊടുക്കാതെ വരുന്ന ഒരു ട്രെൻഡ് ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിൽ കണ്ടിട്ടുണ്ട്. സോ ആ ഒരു ട്രെൻഡിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പരിധിവരെ ആ കുട്ടി ചെറിയ ക്ലാസ്സിൽ ഗ്രഹിക്കുന്ന കെമിസ്ട്രിയിലെ ഈ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ വേറെ പല ഘടകങ്ങളുമോ ആയിരിക്കാം. ഒരു പക്ഷേ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, നിങ്ങൾക്കറിയാം മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്ത് ഒരു പക്ഷേ കുറേ കൂടി ഇക്വേഷൻ ബേസ്ഡ് ആണ്. നമ്മൾ കാര്യങ്ങൾ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ തന്നെ അതിൽ കാണാണ്ട് പഠിക്കേണ്ട എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും നിങ്ങൾ മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. സോ ഒരു പരിധിവരെ ഫിസിക്സും അങ്ങനെ തന്നെയാണ്. ഫിസിക്സിൽ ഇനി ഒരു മാത്ത് റിലേറ്റഡ് ആണ്, മാത്രമല്ല ഫിസിക്സിലെ കോൺസെപ്റ്റുകൾ കുറച്ചും കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ എൻ്റെ പുറത്ത് നമ്മൾ ഫിസിക്സിലും കുറേ ഇങ്ങനത്തെ ഒരു ഇഷ്ടം നമുക്ക് ഫിസിക്സിനോടും വരാറുണ്ട്. പക്ഷേ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കുറേയും കൂടി നമുക്ക് ഒരു കൺഫ്യൂസിങ് ആണ്, അല്ലെങ്കിൽ പല ആൾക്കാരും അതിനെ പല രീതിയിലായിരിക്കും കാണുക. ചില ആൾക്കാർക്ക് അതിൽ പല ഘടകങ്ങളും ഇഷ്ടപ്പെടാറുണ്ട്, ചില ആൾക്കാർക്ക് അത് അവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സോ എനിവേ, ഒരു കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ജെയിൽ ആദ്യത്തെ ഇമ്പോർട്ടൻസ് ആണ് ഞാനത് ആദ്യം പറയാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് കെമിസ്ട്രിനെ കുറിച്ച് പറയാം. സോ ആക്ച്വലി ജെഇ മെയിൻസ് എക്സാമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ മാത്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് അതിന് വരിക എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ തന്നെ ഈ കെമിസ്ട്രിക്ക് ഒരു സ്ഥാനം കൂടിയുണ്ട്. അതായത് ഇതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെങ്കിലും ഇതിലൊരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് കെമിസ്ട്രിക്കാണ്. കാരണം കെമിസ്ട്രി കുറേ കൂടി എക്സാം വൈസ് കുറേ കൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ജെഇക്ക് ചോദിക്കുക എന്ന് നമുക്ക് അറിയാം. സോ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു കുട്ടി കെമിസ്ട്രീനെ ബാക്കിലോട്ട് നിർത്തുമ്പോൾ ഇതിൽ 2 ട്രെൻഡുകൾ കാണാറുണ്ട്. നമുക്ക് ഒന്നെങ്കിൽ കെമിസ്ട്രി വളരെ സിമ്പിൾ ആണെന്ന് വിചാരിച്ച് ബാക്കിലോട്ട് വെക്കും, അല്ലെങ്കിൽ കെമിസ്ട്രി ഭയങ്കര എന്താ പറയുക ബോറിംഗ് ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ബാക്കിലോട്ട് നിർത്താം എന്ന് പറയുന്ന ഒരു ട്രെൻഡ്. ഇതിൽ ബോറിംഗ് ആണ് എന്നുള്ളൊരു സംഗതിയിൽ എനിക്ക് എതിരഭിപ്രായമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, സോ എനിവേ, നമുക്ക് എങ്ങനെ കെമിസ്ട്രീനെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ പ്രോബ്ലി എങ്ങനെ അത് മറികടക്കാം എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു തരണം. ഓക്കെ, അവിടേക്ക് നമുക്ക് എത്താം. അപ്പോൾ കെമിസ്ട്രി നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനാണ് ജെഇയിൽ. അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെഷനുമാണ് ജെഇയിൽ പ്രോബ്ലി. അപ്പോൾ കെമിസ്ട്രി ഒരു പക്ഷേ നിങ്ങൾ ഫിസിക്സിൻ്റെ അതേ അല്ലെങ്കിൽ മാത്സിൻ്റെ അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അത്ര തന്നെ സമയം കൊടുത്ത് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ സമയം കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് കെമിസ്ട്രി. ദെൻ കെമിസ്ട്രിയിൽ എങ്ങനെയാണ് കെമിസ്ട്രി ഒരു കുട്ടിക്ക് ഡിഫിക്കൽട്ട് ആവുന്നത് അല്ലെങ്കിൽ ബോറിംഗ് ആവുന്നത് എന്നുള്ളതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ ഒരു പക്ഷേ നിങ്ങൾ ഒരു മാത്സ് എന്തൂസിയാസ്റ്റോ ഒരു ഫിസിക്സ് എന്തൂസിയാസ്റ്റോ ആണെങ്കിൽ നിങ്ങൾ പ്രോബ്ലി കെമിസ്ട്രീനെ നിങ്ങൾ ഡീൽ ചെയ്യുക. സോ കെമിസ്ട്രിയിൽ കുറേ കാര്യങ്ങളൊക്കെ കാണാണ്ട് പഠിക്കാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ കെമിസ്ട്രി എന്താണ് കുറേ കൂടി ഒരു ബയോളജി ടൈപ്പ് ആണോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ, ഞാനതിനെ തെറ്റിദ്ധാരണ തന്നെ അഡ്രസ്സ് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളെ കുറേ ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളെ ഇതിനു മുമ്പ് പഠിപ്പിച്ച ഒരു കെമിസ്ട്രി ടീച്ചർ, ഒരു പക്ഷേ ഒരു കെമിസ്ട്രി ടീച്ചർ നിങ്ങളെ നല്ല രീതിയിൽ എന്ത് ചെയ്തേക്കാം, സ്വാധീനിച്ചേക്കാം. അതായത് കെമിസ്ട്രി ഭയങ്കര ഫണ്ണാണ് എന്നുള്ള നിലക്ക് സ്വാധീനിച്ചേക്കാം. അല്ലെങ്കിൽ ആ ടീച്ചർ ചിലപ്പോൾ എന്തായിരിക്കും കെമിസ്ട്രി ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറ്, നെഗറ്റീവായിട്ട് നമ്മളെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റിനോട് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് അവിടെ ചിലപ്പോൾ ഉണ്ടായി വരാം. സോ അതിൻ്റെ കാരണം നമ്മൾ പലപ്പോഴും കെമിസ്ട്രി പഠിക്കുന്നത് എന്താണ് കെമിസ്ട്രി എന്ന് അറിയാതെ പലരും എന്ത് ചെയ്യാറുണ്ട്, അതിനെ മനസ്സിലാക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. സോ ആക്ച്വലി കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഡെഫിനിഷനിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ
ടേംസിൽ നമുക്ക് കെമിസ്ട്രി ഒരിക്കലും പഠിച്ചു പോകാൻ പറ്റൂല. കാരണം കെമിസ്ട്രി തന്നെ നമുക്കറിയാം ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. നിങ്ങളിപ്പോൾ തന്നെ ജെഇ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ ഫസ്റ്റ് സം ബേസിക് കോൺസെപ്റ്റ് എന്നൊക്കെ പറയുന്ന ചാപ്റ്ററിലാണ് തുടങ്ങുന്നത്. ഈ സം ബേസിക് കോൺസെപ്റ്റും സ്ട്രക്ചർ ഓഫ് ആറ്റം പോലെയുള്ള ചാപ്റ്ററുകളൊക്കെ ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ അണ്ടറിൽ വരുന്ന ചാപ്റ്റേഴ്സാണ്. ദെൻ കുറേ ചാപ്റ്റേഴ്സ് എന്തുണ്ട്, ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. ഓക്കെ, സോ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫിസിക്കൽ കെമിസ്ട്രി, എന്താണ് ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി ഇതെല്ലാം നമ്മൾ 10ാം ക്ലാസ്സിൽ ഇതിൻ്റെയൊക്കെ ബേസിക്സ് സംഭവങ്ങൾ പഠിക്കുന്നതാണ്, നമുക്കത് അറിയുന്നതാണ്. ദെൻ ഈ ചാപ്റ്ററിൽ പൊതുവെ ഒരു കുട്ടി ഫിസിക്കൽ കെമിസ്ട്രി, ദാറ്റ് മീൻസ് ദ കെമിസ്ട്രി ഈസ് മോർ റിലേറ്റഡ് ടു ഫിസിക്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അത് കുറേ കൂടി ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതായത് നിങ്ങളൊരു ജെഇ ആസ്പിരൻസ് ആണെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു ചാപ്റ്റർ, അല്ലെങ്കിൽ ഒരു സെഷൻ, അല്ലെങ്കിൽ അതിലായിരിക്കും നിങ്ങളുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററിൽ നമുക്ക് കുറേ കൂടെ പ്രോബ്ലംസ് വരുന്നുണ്ട്, കുറേ കൂടെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ്. സോ എന്തോ ആയിക്കോട്ടെ. ദെൻ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമുക്കറിയാം പീരിയോഡിക് ടേബിൾ, അതിൻ്റെ ട്രെൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിയിലാണ്. ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്, അല്ലെ, ഹൈഡ്രോ കാർബൺ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്, ദെൻ അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 പാർട്ടിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പാർട്ടിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യണം. അങ്ങനെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ കെമിസ്ട്രി കുറേ കൂടി എന്തായിരിക്കും, ഫണ്ണായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫിസിക്കൽ കെമിസ്ട്രീനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം. സോ അത് നമുക്ക് ആദ്യം പറയാം. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനോർഗാനിക്കിൻ്റെയും ഓർഗാനിക്കിൻ്റെയും നമ്മൾ അതിൻ്റെ ഒരു ഫിസിക്കൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു റിയാക്ഷൻ പറയണം, ഒരു ഹാബർ പ്രോസസ് നമ്മൾ പറയുകയാണ്, N2 + 3H2 gives 2NH3 എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഹെബർ പ്രോസസ്സിൻ്റെ ആ റിയാക്ഷൻ, ദാറ്റ് മീൻസ് നൈട്രജനും ഹൈഡ്രജനും ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമോണിയ കിട്ടും എന്നുള്ളത് അതൊരു ഇനോർഗാനിക്കിൽ നിന്ന് വരുന്ന ഒരു ഇനോർഗാനിക് കെമിസ്ട്രി നമ്മൾ പഠിക്കേണ്ട നൈട്രജൻ്റെ ഒരു റിയാക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ അമോണിയൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഹെബർ പ്രോസസ്സ് നമുക്കറിയാം അതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ആ റിവേഴ്സിബിൾ പ്രോസസ്സിൽ നമുക്ക് പ്രഷറിൻ്റെ ഇമ്പോർട്ടൻസ്, ടെമ്പറേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ്, then അവിടെ നൈട്രജനും ഹൈഡ്രജനും കൂടിയ എന്താ സംഭവിക്കുക, അവിടെ ഞാൻ അമോണിയനെ കുറച്ചാൽ എന്താ സംഭവിക്കുക, ഇതൊക്കെ നമ്മൾ ലാഷാരിലർ പ്രിൻസിപ്പിളൊക്കെ പഠിച്ചിട്ടുണ്ടോ. സോ ഈ ലാഷാരിലർ പ്രിൻസിപ്പിളും അതും, അതായത് ഇത് നമുക്കിപ്പോൾ ഒരു അമോണിയൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വേറെ അങ്ങനത്തെ ഏതൊരു കൈൻഡ് ഓഫ് റിയാക്ഷനിലും നമുക്ക് പോയി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെർട്ടൈൻ ലോസും അത് ബേസ് ചെയ്ത് വരുന്ന കുറേ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ. ദാറ്റ് മീൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇക്വേഷൻ അങ്ങനെ വേറെ വെക്കുന്നില്ല, കോൺസെപ്റ്റിന് ഉണ്ടായി വരുന്ന ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ്, അല്ലെങ്കിൽ നമ്മൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇക്വേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ നമ്മൾ അതിനെ എളുപ്പമാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സംഭവങ്ങൾക്ക് അപ്പുറം ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ആക്ച്വലി എന്ത് പറയുക, ഇക്വേഷൻസ് നമ്മൾ പറയുക. അപ്പോൾ പ്രോബ്ലി ഒരു കോൺസെപ്റ്റ് പഠിക്കുന്ന ഒരു ഫിസിക്കൽ കെമിസ്ട്രിയിലെ കോൺസെപ്റ്റുകളാണ് അതൊക്കെ എന്ത് ഈ ലാഷാരിലർ പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് വേറെ പല റിയാക്ഷൻസ് നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. then ഇതേപോലെ തന്നെ ഓർഗാനിക് റിയാക്ഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മീഥൈൻ്റെ പ്രിപ്പറേഷൻ, ഓക്കെ, ആ മീഥൈൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഗാനിക്കിൽ വരുന്ന കാര്യമാണ്. പക്ഷെ അതിൻ്റെ റേറ്റോ അത് എത്ര സ്പീഡിലാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ നടക്കുമോ, അത് നാച്ചുറലി നടക്കുന്ന ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണോ അല്ലയോ എന്നൊക്കെ പറയുന്നത് തെർമോഡൈനാമിക്സും കൈനറ്റിക്സും ഒക്കെയാണ്. അപ്പോൾ അതിൽ ഇക്വിലിബ്രിയം നമ്മളുടെ ഇങ്ങനത്തെ ചാപ്റ്ററുകളൊക്കെ വരുന്നത്. സോ ഈ സംഭവങ്ങളൊക്കെ ഫിസിക്കൽ കെമിസ്ട്രിയാണ്. സോ ദാറ്റ് മീൻസ് ഫിസിക്കൽ കെമിസ്ട്രി ഈസ് മോർ കണക്റ്റഡ് ടു എന്താണ്, ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. സോ ഫിസിക്കൽ കെമിസ്ട്രി കോമൺ ആയിട്ട് നമുക്ക് പലയിടത്തും അപ്ലൈ ചെയ്യാം എന്നുള്ളത് കൊണ്ടൊക്കെ ഫിസിക്കൽ കെമിസ്ട്രി ഭയങ്കര ഫണ്ണാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ്. ദെൻ ഇനോർഗാനിക് കെമിസ്ട്രി ഓൺ ദ അതർ ഹാൻഡ്, ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത് കുറേ ട്രെൻഡുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ട്രെൻഡ് ഉണ്ടാവുക എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത് വെച്ചിട്ട് കുറേ ആൾക്കാർ ഫിസിക്കൽ കെമിസ്ട്രി ഇനോർഗാനിക് കെമിസ്ട്രിനെ ജഡ്ജ് ചെയ്യുന്ന കാര്യമുണ്ട്. ഇനോർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ നമുക്ക് കുറേ എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നതാണ് കെമിസ്ട്രി ഈസ് ഫുൾ ഓഫ് എക്സെപ്ഷൻസ്. ഓക്കെ, കെമിസ്ട്രിയിൽ ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. ഈ എക്സെപ്ഷൻസ് എങ്ങനെ ഉണ്ടായത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമുക്കറിയാം നമ്മൾ പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റ്സിന് നോക്കുമ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. ഞാനൊരു ആൽക്കലി മെറ്റൽസ് പറയുകയാണ്. അപ്പോൾ അതിൽ ലിഥിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, റുബീഡിയം ഉണ്ട്, സീഷ്യം ഉണ്ട്, ഇങ്ങനെ എലമെൻറ്റ്സ് ഉണ്ട്, ഫ്രാൻഷ്യം ഉണ്ട്. ഓക്കെ, ഈ എലമെൻറ്റ്സിന് കോമൺ ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്കറിയാം. അവരെ നമ്മൾ ശരിക്കും വർഗീകരിക്കുകയാണ്, അവരെ നമ്മൾ പ്രോബ്ലി അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇപ്പോൾ ലിഥിയം മുതൽ ഈ ഫ്രാൻഷ്യം പോലെയുള്ള എലമെൻറ്റ്സിനെ ഞാൻ ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് ഞാൻ പറയുകയാണ് ഇതിൽ ഫ്രാൻഷ്യം ഒരു എക്സെപ്ഷനാണ്. കാരണം ഇത്രയും എലമെൻറ്റ്സിൽ ഫ്രാൻഷ്യം ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ്. അപ്പം ഞാൻ ഇത്രയും നേരം എന്താ പറഞ്ഞത്, ഇവരെല്ലാവരും ഇവർക്കൊരു കോമൺ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇവരെല്ലാവരും ആൽക്കലി മെറ്റലാണ്, ഇവരുടെ വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവർക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഇവരെല്ലാവരും മെറ്റൽസ് ആണ്. ദെൻ ഇവർ റിയാക്ട് ചെയ്താൽ നമുക്ക് ആൽക്കലൈൻ സ്വഭാവത്തിലുള്ള ഈ പറയുന്ന ഹൈഡ്രോക്സൈഡുകൾ, ഓക്സൈഡുകളൊക്കെ കിട്ടുന്നൊക്കെ പറഞ്ഞാൽ കുറേ കോമൺ പ്രോപ്പർട്ടി പഠിച്ചിട്ട് ഞാൻ അവിടുന്ന് പറയുകയാണ് ഫ്രാൻഷ്യം റേഡിയോ ആക്റ്റീവ് ആണ്, സോ ഫ്രാൻഷ്യം ഈസ് ആൻ എക്സെപ്ഷൻ.
ഓക്കെ. സോ ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ ഇവർ ഓരോരുത്തരും എടുത്ത് ഇങ്ങനെ പഠിക്കേണ്ടത്, അതായത് ലിഥിയം എങ്ങനെയുള്ള ആളാണ്, സോഡിയം എങ്ങനെയുള്ള ആളാണ്, പൊട്ടാഷ്യം എങ്ങനെയുള്ള ആളാണ്. ഇതിന് പകരം ഞാൻ എളുപ്പമാക്കിയതാണ് ഇങ്ങനെ ഇവരെ ക്ലാസിഫൈ ചെയ്ത് ഇവരൊരു പീരിയോഡിക് ടേബിളിലാക്കി. ദെൻ അവർ ബാക്കിയുള്ളവരിന് എന്തെങ്കിലും ഡിഫറൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു ജനറൽ ട്രെൻഡ് ഉണ്ടെങ്കിൽ, ടോപ്പ് ടു ബോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റോ ഇവരൊരു ട്രെൻഡ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ട്രെൻഡിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരെ മാത്രം നമ്മൾ എടുത്ത് പഠിക്കുക. അപ്പോൾ ആ ട്രെൻഡ് ഉണ്ടാക്കിയത് കൊണ്ട് അതിനെ നമ്മൾ എളുപ്പമാക്കിയോണ്ടാണ് ഇങ്ങനൊരു സംഗതി വരുന്നതെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ ജെയിൻ്റെ ഓരോരോ ക്വസ്റ്റ്യൻസും. സോ എനിവേ അതൊരു ഫൺ എലമെൻ്റ് ആണ്. അതായത് ഒരുത്തൻ വ്യത്യസ്തനാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ നോക്കി അല്ലേ, നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ വ്യത്യസ്തനാവുന്നത് നമ്മൾ നോക്കിക്കുന്ന പോലെ യെസ്, ഇനോർഗാനിക് കെമിസ്ട്രിയിൽ അങ്ങനെ ഒരു ഫൺ എലമെൻറ്റ് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ദെൻ ഓർഗാനിക് കെമിസ്ട്രി ഓൺ ദ അതർ ഹാൻഡ് നമുക്ക് കുറേ ഓർഗാനിക് കെമിസ്ട്രിനെ കുറിച്ച് പറയുമ്പോൾ ഓർഗാനിക് ആവട്ടെ ഇനോർഗാനിക് ആവട്ടെ കെമിസ്ട്രീൻ്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവമാണ് കെമിസ്ട്രിയിലെ ഈ നമ്മൾ പല കോമ്പൗണ്ടുകളുടെയും പ്രിപ്പറേഷൻ, അവരുടെ സിന്തസിസ് കാര്യങ്ങളൊക്കെ. ഇത് കുറേ കൂടി ലബോറട്ടറി ബേസ്ഡ് ആണ്. ഇത് നമുക്കൊരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ആണോ ഉണ്ടാവുക, ഹൈഡ്രജൻ പെറോക്സൈഡ് ആണോ ഉണ്ടാവുക? സോ അപ്പോൾ നമുക്ക് അതിന് ഉത്തരം ഡിപ്പെൻസ് ഓൺ അതർ കണ്ടീഷൻസ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. വാട്ടർ ഉണ്ടാവാം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവാം, നിങ്ങളത് എങ്ങനെയാണ് ആ കെമിക്കൽ റിയാക്ഷൻ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ആ റിയാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് അതിൻ്റെ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു വെക്കേണ്ടി വരും. സോ ഇതൊരു ലബോറട്ടറിയിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകളാണ്. അത് ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് നമുക്ക് തരുന്ന ഐഡിയാസ് ആണ്. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി ഒരു പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻ, അവിടെയുള്ള കാറ്റലിസ്റ്റുകൾ, അവിടെയുള്ള റിയേജൻറ്റുകൾ, അവിടുത്തെ ടെമ്പറേച്ചറിൻ്റെ കണ്ടീഷൻ, പ്രഷറിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ വളരെ റയറായിട്ട് കെമിസ്ട്രിയിൽ പഠിച്ചു വെക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, സെർട്ടൈൻ കാര്യങ്ങൾ നമ്മൾ കാണാണ്ട് പഠിക്കേണ്ടത് തന്നെയാണ്. കാരണം അത് നമുക്കൊരു ലബോറട്ടറിയിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം നമുക്കൊരിക്കലും ഒരു ഇക്വേഷൻ ഇട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതാന്നല്ലാതെ അതിലുപരി നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. ബട്ട് അവിടെ തന്നെ നമുക്ക് ചിലപ്പോൾ ഇവൻ ഇങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുന്നതിൻ്റെ കാരണങ്ങൾ നമുക്ക് പലപ്പോഴും പറയാറുണ്ട്. അതായത് കെമിസ്ട്രിയിൽ ഇപ്പോൾ ഈവൻ എക്സെപ്ഷൻസ് വരട്ടെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല ട്രെൻഡുകളും വരട്ടെ, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തും വരട്ടെ, ഇതിനൊക്കെ അവിടെ റീസൺസ് ഉണ്ടാവും, ഇതിനൊക്കെ അവിടെ കാരണങ്ങളുണ്ടാവും. ഇതാണ് ആ കെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് അതിൻ്റെ പരമാർത്ഥത്തിൽ എത്തിക്കണമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയേണ്ടി വരും. അപ്പോൾ ഇതറിയാതെ, ഇത് പഠിക്കാതെ ഒരു കുട്ടി ഇതൊന്നും അതിൻ്റെ റീസൺസോ അതിൻ്റെ എന്തുകൊണ്ടായി എന്നൊന്നും പഠിക്കാതെ നിങ്ങൾ അതിനൊരു പെരിഫറലായിട്ട് നിങ്ങൾ ഇത്രയും കാലം കണ്ടതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു പക്ഷേ ഇനോർഗാനിക്കും ഓർഗാനിക്കും ഒക്കെ എന്തായിട്ടുണ്ടാവുക, ടഫായിട്ടുണ്ടാവുക. സോ അതിനപ്പുറം അതിനെ വളരെ ഇങ്ങനെ അത് എന്തുകൊണ്ട് വന്നു, സോ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത, ബാക്കിയുള്ള റിയാക്ഷന് ഇതിനുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഫിസിക്കൽ കെമിസ്ട്രിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അത് മോർ ബേസ്ഡ് ഓൺ, അത് ഫിസിക്സിനോട് കുറേ കൂടി ചായ്വുള്ള ഒരു സെഷനാണ്. സോ എനിവേ ഇത്രയൊക്കെയാണ് എനിക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ ഔട്ടർ വ്യൂവിനെ പറ്റി. അതായത് നിങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ കാണുക. അതായത് ഫിസിക്കൽ കെമിസ്ട്രി ഈസ് മോർ ടുവേർഡ്സ് ഫിസിക്സ് ആണ്, ഓർ മോർ ടുവേർഡ്സ് മാത്ത് ആണ്. അപ്പോൾ നമുക്ക് അതിനെ അങ്ങനെ കാണാം. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാണ്ട് പഠിക്കേണ്ടി വരും. ബാക്കി കുറച്ച് ഇങ്ങനത്തെ എക്സെപ്ഷനൊക്കെ കാണുമ്പോൾ നിങ്ങൾ അതിനെ എന്ത് ചെയ്യരുത്, നെഗറ്റീവായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യരുത്, പോസിറ്റീവായിട്ട് തന്നെ അതിനെ അപ്രോച്ച് ചെയ്യുക. ദെൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ റിയാക്ഷൻ മെക്കാനിസം, ബേസിക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അതായത് നിങ്ങൾ എപ്പോഴും അതിൻ്റെ ഫർദർ നിങ്ങൾക്ക് +1 അതിൻ്റെ ബേസിക് ഓർഗാനിക് കെമിസ്ട്രി വരുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ റിയാക്ഷൻ മെക്കാനിസം കാര്യങ്ങളൊക്കെ പറയും. അത് നന്നായിട്ട് പഠിക്കുക. കാരണം അത് പഠിച്ചൊരു കുട്ടിക്ക് ബാക്കി അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ പഠിക്കുക. അല്ലാതെ വെറുതെ കാണാണ്ട് മാത്രം റിയാക്ഷൻസ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഈ മെക്കാനിസം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. അത് ഇനോർഗാനിക് കെമിസ്ട്രിയിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ ടെർമിനോളജീസ് ഒക്കെ പഠിക്കണം. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, ദെൻ ഇലക്ട്രോൺ ഈ പറയുന്ന ഷെല്ല്, അതിൻ്റെ സ്ട്രക്ചറുകൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ, അവിടെ ഇമ്പോർട്ടൻസ്, ഇതന്നെ ആയിരിക്കും കുറേ എക്സെപ്ഷൻസിൻ്റെ റീസൺ. ഇപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ എക്സെപ്ഷൻ്റെ റീസൺ മാത്രമായിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കില്ല ഇത് നമുക്ക് പല കോമൺ ആയിട്ടുള്ള പല കേസുകളിലും നമുക്ക് പോയി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നല്ല ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ദാറ്റ് മീൻസ് കെമിസ്ട്രി ഈസ് എ സബ്ജക്റ്റ്. നമുക്ക് ഒരു സബ്ജക്റ്റ് വൈസ് അതിനെ പറയുകയാണെങ്കിൽ അതൊരു കോൺസെപ്റ്റ് ലോഡഡ് സബ്ജക്റ്റ് തന്നെയാണ്. സോ അത് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. അല്ലാണ്ട് അതിനെ എപ്പോഴും നമ്മൾ കാണാണ്ട് പഠിച്ച് അതിനെ ടാക്കിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JEE പോലെയുള്ള എക്സാമിന് ഞാൻ ഓൾറെഡി പറഞ്ഞു, കാണാണ്ട് പഠിക്കേണ്ടത് സെർട്ടൈൻ റിയാക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവമായിരിക്കും. അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല. ബാക്കി എല്ലാം കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിൽ
കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഇക്വേഷൻസ് ആയിട്ടും അതിനെ ട്രെൻഡ് ആയിട്ടും അതിനെ എക്സെപ്ഷൻസ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, മാറ്റാൻ പറ്റുന്നതാണ്. ദെൻ ഇനി അടുത്ത ഒരു പ്രശ്നമായിരിക്കും, സാറേ ഞങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയും ഓർഗാനിക്കും ഇനോർഗാനിക്കിനെ പറ്റിയൊക്കെ നിങ്ങൾ പറഞ്ഞു, ദെൻ ഇതൊക്കെ ഞങ്ങൾ എവിടുന്നാണ് പഠിക്കുക? യെസ്, ആസ് എ ബിഗിനർ നിങ്ങൾ ജെഇ മെയിൻസ് പോലെയുള്ള ഒരു എക്സാമിന് ഓക്കെ നമുക്ക് അഡ്വാൻസും കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം, അഡ്വാൻസും മെയിൻസും. സോ ഒബിയസ്ലി അഡ്വാൻസ് എന്ന് പറയുന്ന എക്സാം നിങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ ജെഇ മെയിൻസ് ക്ലിയർ ചെയ്തേ മതിയാവും. അപ്പോൾ അഡ്വാൻസിന് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? യെസ്, ഓഫ് കോഴ്സ് അഡ്വാൻസിന് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. ബട്ട് അപ്പോഴും നമ്മൾ മെയിൻസ് ആയിരിക്കണം നമ്മളുടെ ഫോക്കസ്. ദാറ്റ് മീൻസ് അഡ്വാൻസിന് ഇനി കുറച്ചും കൂടി ലെവൽ കൂടി വന്നാലും ആസ് എ ബിഗിനർ നമ്മൾ ചെയ്യേണ്ടത് ഒരു മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കാരണം അത് ചെയ്യാതെ നമ്മൾ അഡ്വാൻസിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും. അപ്പം നമുക്ക് ആകെ ഇതിനോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു വരും. സോ എനിവേ നിങ്ങൾ ആദ്യം തന്നെ മെയിൻസ് പോലെയുള്ള എക്സാമിനായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ എന്ത് കൊടുക്കേണ്ടത്, ഒരു പ്രിപ്പറേഷൻ മോഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മെയിൻസിനായിരിക്കണം. സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? സോ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തിയറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രോബ്ലി ഒരു ലെക്ചർ നിങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പോൾ നമ്മളുടെ എക്സാൻഡ് യൂണിവേഴ്സിറ്റിൻ്റെ കുട്ടികളാണെങ്കിൽ നമ്മൾ ഓൺലൈൻ ബാച്ചിലോ നമ്മളുടെ വേറെ ഏതെങ്കിലും ഓഫ്ലൈൻ ബാച്ചിലോ ഒക്കെ ഉള്ള കുട്ടികളോ നമ്മളെ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓഫ്ലൈൻ ബാച്ചിലോ ഒക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ച് പ്രോബ്ലി നിങ്ങൾക്ക് ഒരു നല്ല ലെക്ചർ എന്ത് ചെയ്യുന്നുണ്ടാവും, കിട്ടുന്നുണ്ടാവും. സോ ഒരു കുട്ടീനെ സംബന്ധിച്ച് ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് ചിലപ്പോൾ അവൻ അതിനെ അപ്രോച്ച് ചെയ്യണത് ഇങ്ങനെയുള്ള ഈ ലെക്ചർ ഹാളിൽ നിന്നോ അല്ലെങ്കിൽ ഈ അവർക്ക് കിട്ടുന്ന ലെക്ചേഴ്സും ആയിരിക്കും. അതിൻ്റെ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നിങ്ങളെ സ്വന്തം നോട്ട്, പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ പുതുതായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഇക്വേഷൻസ്, കാര്യങ്ങൾ, അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു ലെക്ചർ നോട്ട് ആയിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ അതിന് നമുക്കൊരു തിയറി അല്ലെങ്കിൽ ഈ പറയുന്ന കോൺസെപ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു റെഫറൻസ് ബുക്കും കൂടി വേണ്ടേ എന്നുള്ള ചോദ്യം ഉണ്ടാവും. യെസ്, അതിനു വേണ്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ആസ് എ ബിഗിനർ നമ്മളുടെ കയ്യിൽ അതല്ല, നിങ്ങൾ അഡ്വാൻസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന മെയിൻസ് പോലെയുള്ള എക്സാമിൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ 2 വോളിയം, സെക്കൻഡ് ഇയറിൽ 2 വോളിയം ആയിട്ടുള്ള 4 NCERT കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മളുടെ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നന്നായിട്ട് എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് നിങ്ങളൊരു തിയറി നിങ്ങൾ വായിക്കുന്നു, ഫിസിക്കൽ കെമിസ്ട്രിയോ ഇനോർഗാനിക്കോ ഈ പറയുന്ന ഓർഗാനിക്കൊക്കെ നിങ്ങൾ വായിക്കുന്നു, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബാക്കപ്പ് വേണം. അതിൻ്റെ ഒരു ബാക്കപ്പ് നിങ്ങൾക്ക് അതിൻ്റെ തിയറി കോൺസെപ്റ്റ് നിങ്ങൾക്ക് വായിക്കണം. നിങ്ങൾക്ക് ഏറ്റവും നല്ല ബുക്ക് എൻ്റെ അഭിപ്രായത്തിൽ എന്ത് തന്നെയാണ്, NCERT തന്നെയാണ്. കാരണം നിങ്ങളൊരു ലെവലിൽ നിന്നുകൊണ്ട് വേറെ ഒരു ബുക്കും ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ഒരു പരിചയത്തിൽ കെമിസ്ട്രിയിൽ അതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള വേറെ ഒരുപാട് ബുക്കുകളുണ്ട്, ഒരുപാട് ഗൈഡുകളുണ്ട്, പക്ഷെ അത്രയും നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ബുക്ക് ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. ദെൻ അതിൻ്റെ അപ്പുറത്തോട്ട് NCERT ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഗൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടേക്ക് നമ്മൾ കുറേ മെറ്റീരിയലൊക്കെ ഓടിച്ചാടി എവിടെയും ഫിക്സ് ചെയ്യാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. സോ NCERT ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. ദെൻ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഏതാണ് സാറേ നല്ലത്? ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് എക്സാൻഡ് യൂണിവേഴ്സിറ്റിയുടെ കുട്ടികൾക്ക് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽ ഉണ്ട്. ദാറ്റ് മെറ്റീരിയൽ ഈസ് ആക്ച്വലി എക്സലൻറ്റ് ബുക്കാണ്. അതിൽ നമുക്ക് പാർട്ട് വൈസ് പ്രോബ്ലി എന്തുണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഓരോരോ കാറ്റഗറി വൈസ് തന്നെ നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാം. നല്ല ബുക്കാണ്. ദെൻ അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അത് യൂഷ്വലി നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഇനി വേറെ ഏതെങ്കിലും പബ്ലിക്കേഷൻ്റെ ബുക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം ചില ബുക്കുകൾ ചില ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെടും. അതിന് പല കാരണങ്ങളും ഉണ്ടാവും. അതിൽ ക്വസ്റ്റ്യൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഫോണ്ട്, ഈവൻ കളറ്, പല ഘടകങ്ങളും നമ്മളെ സ്വാധീനിക്കും. ബട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓരോരോ ഒബ്ജക്റ്റീവ് ബുക്കുകൾക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജുകളുണ്ട്, അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജുകൾ ഉണ്ടാവും. സോ അതെല്ലാം ബേസ്ഡ് ഓൺ അത് ഒരാളെ ബേസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. കാരണം നമ്മൾ തന്നെ ഇപ്പോൾ ഇവിടുത്തെ ലൈബ്രറിയിൽ നിങ്ങൾ വന്ന് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പബ്ലിക്കേഷൻ്റെ ബുക്ക് ഉണ്ടാവും. സോ എന്തിനാണ് നമ്മൾ ഇത്രയും കളക്ഷൻ കൊടുത്തിരിക്കണം? അങ്ങനെ നമുക്ക് ഒരു സജഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബുക്ക് മാത്രം വെച്ചാൽ പോരെ. സോ അത് ഞാൻ അതാ പറഞ്ഞത്, അത് നിങ്ങളുടെ ലെവലിനെയും നിങ്ങളുടെ ഡിഫിക്കൽട്ടിനെയും നിങ്ങളുടെ അപ്രോച്ചിനൊക്കെ ബേസ് ചെയ്യുന്ന കാര്യമാണ്. ബട്ട് ആസ് എ ബിഗിനർ നിങ്ങളുടെ കയ്യിൽ വെക്കാൻ പറ്റുന്ന കോൺസെപ്റ്റിന് ഏറ്റവും നല്ല ബുക്ക് NCERTയും ദെൻ നമ്മളുടെ തിയറിക്ക് നിങ്ങൾ നമ്മളുടെ മെറ്റീരിയലും. കാരണം വളരെ കുറച്ച് മെറ്റീരിയലിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതിൽ നിങ്ങൾ എങ്ങാനും അതിൻ്റെ ഒരു ത്രഷോൾഡ് എത്തിയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വേറൊരു മെറ്റീരിയലിലേക്ക് എന്ത് ചെയ്യുക, കടക്കുക. ഇനി ചിലർ അഡ്വാൻസ് ലെവലിലൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് സാറേ ഇതിൻ്റെ കുറച്ചും കൂടി ഒരു ഹയർ ലെവൽ കോൺസെപ്റ്റ് വേണ്ടേ, എനിക്ക് കോൺസെപ്റ്റ് കുറച്ചും കൂടി ഇന്ന് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഇപ്പോൾ ഈ ഡിഗ്രിക്കും PGക്കൊക്കെ നമ്മൾ പഠിക്കുന്ന കുറേ കെമിസ്ട്രി ബുക്കുകളുണ്ട്. അത് വേണമെങ്കിൽ പറയാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓർഗാനിക്കിനാണെങ്കിൽ ഒരു മോറിസൺ ആൻഡ് ബോയ്ഡോ, അല്ലെങ്കിൽ ഇനോർഗാനിക്കിന് JD
മെൻഡിലിയോ അതേപോലെ ഫിസിക്കൽ കെമിസ്ട്രിയിലൊക്കെ നമ്മളെ അറ്റ്കിൻസോ ഒക്കെ നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. പക്ഷെ അതൊക്കെ നിങ്ങളൊരു ജെഇ മെയിൻസ് ലെവലിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു അഡ്വാൻസിന് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ, അത് വലിയ വലിയ ബുക്കുകളാണ്, നമ്മൾ പി ജിക്കൊക്കെ പഠിക്കുന്ന ബുക്കുകളാണ്. അത് നിങ്ങൾക്ക് പെർട്ടിക്കുലർ ഒരു ഏരിയയിൽ മാത്രം പോയിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് ഒന്നും കൂടെ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ മാത്രം പോയി വായിക്കാൻ പറ്റുകയെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഈ ഒരു ചെറിയ ഇൻ്റർവെല്ലിൽ അത് മൊത്തം പഠിച്ച് എടുക്കാനൊന്നും സമയം കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അതിനപ്പുറത്തോട്ട് നമുക്കൊരു കോൺസെപ്റ്റ്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടി, അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടി, ആ ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ NCERT-യിൽ എന്തില്ല, വേണ്ടത്ര ബാക്കപ്പ് ഇല്ല, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, പ്രിഫർ ചെയ്യാം. സോ ജെഇ മെയിൻസ് പോലെയുള്ള എക്സാമുകൾ നമുക്ക് ഇങ്ങനെയൊക്കെ കെമിസ്ട്രീനെ ടാക്കിൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ വളരെ സിമ്പിളായിട്ട് കെമിസ്ട്രി എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ജെഇ മെയിൻസിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കെമിസ്ട്രി ഉണ്ടെങ്കിൽ ജെഇ മെയിൻസ് കിട്ടൂ എന്നുള്ള ഒരു ടെർമിനോളജി, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യും പറ്റും. ബിക്കോസ് കെമിസ്ട്രിയാണ് അതിൽ ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല സ്കോറിലോട്ട്, നല്ലൊരു പെർസെൻറ്റേജിലോട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എത്താൻ പറ്റുള്ളൂ. അതൊരു പരിധി വരെ മാത്സും ഫിസിക്സും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഈ കെമിസ്ട്രി സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് ഭയങ്കര ബെനഫിറ്റ് ആയിട്ട് ഒരു പക്ഷേ മാറും. സോ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒരു സീരിയസ് ആയിട്ട് തന്നെ കെമിസ്ട്രി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഭയങ്കര ഫണ്ണായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കെമിസ്ട്രീനെ അപ്രോച്ച് ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എക്സാംസ്. ഓക്കെ, ബൈ.